ഹെവി ഡിമാൻഡഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന റാണി പിങ്ക് ഷെയ്ഡാണ്. ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ ഈ നെക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വൈറ്റ് നെക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഈ ഒരു കളറിൽ ഈ ഒരു വർക്ക് വന്നിട്ടുള്ള ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. ഇതിൻ്റെ ദുപ്പട്ടയാണ് എടുത്ത് പറയാനുള്ളത്. വൺ സൈഡ് വന്നിട്ട് സ്കാലപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ കൂടെ തന്നെ സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ഫ്ലവേഴ്സ് സ്പ്രെഡായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും നല്ല ഹെവി ആയിട്ടുള്ള വർക്കുമാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെ ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വൈറ്റ് നെക്കിൽ. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 46 ആണ് വരുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 40+ ആണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ്, സെയിം തന്നെയാണ്. സ്കാലപ്പ് വർക്ക് വൺ സൈഡ് കൊടുത്തിട്ട് ഒരു സൈഡിൽ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും വന്നിരിക്കുന്നു. ഒരു സൈഡിൽ സ്കാലപ്പ് വർക്ക് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ്. പിന്നെ ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പാൻസ് വരുന്നത്. കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈൻ കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെ ഹെവി എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ നെക്കിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് നെക്കാണ് വരുന്നത്. ഇതിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 46 ആണ് വരുന്നത്. സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നത് 40+ ആണ്. ഇതിൻ്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത്. ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് ഹെവി സ്കാലപ്പ് വർക്കാണ് വരുന്നത്. ഒരു സൈഡിൽ സിമ്പിളായിട്ടുള്ള സ്കാലപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും പാൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഹെവി ക്രേപ്പാണ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. സെയിം തന്നെയാണ്. ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസസ് വരുന്നത് M2 XXL വരുന്നതാണ്. റേറ്റ് ആരും മറക്കണ്ട. 1250 ആണ് വരുന്നത്. ഇതിൻ്റെയും ലെങ്ത്ത് വരുന്നത് 46 തന്നെയാണ്. ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് ഇത് ഇങ്ങനെയാണ്. നല്ലൊരു സൈഡിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വിത്ത് സ്കാലപ്പായിട്ട് വന്നിരിക്കുന്നത്. അതൊരു സൈഡിൽ വന്നിരിക്കുന്നത് വെറുതെ ഒരു സ്കാലപ്പ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഈ ദുപ്പട്ടയുടെ ഹൈലൈറ്റ് വരുന്നത്. ഇതിൻ്റെയും പാൻസ് ഹെവി ആയിട്ടുള്ള ക്രേപ്പിൽ തന്നെയാണ് പാനും ചെയ്തിരിക്കുന്നത്. എത്രയും വേഗം നമ്മുടെ വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ത്രൂ വഴി ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സെർച്ച് കോഡ് താഴെ കൊടുത്തിട്ടുണ്ടാവും. അത് യൂസ് ചെയ്ത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ്. ആരും ഇത് മിസ്സാക്കരുത്. നമ്മുടെ ഡിമാൻഡഡ് ഐറ്റമാണ്. താങ്ക് യു.